സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ കോടതിയിൽ കെട്ടിവെച്ച നഷ്ടപരിഹാര തുക വാങ്ങുന്ന കാര്യത്തിൽ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. തനിക്കുണ്ടായ നഷ്ടം പണം കൊണ്ട് നികത്താനാവുന്നതല്ല എന്ന് സിദ്ധാർത്ഥന്റെ അമ്മ കോടതിയെ അറിയിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ 7 ലക്ഷം രൂപ കെട്ടിവെച്ചത്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഈ പണം കൊടുക്കാതിരിക്കാൻ പല രീതിയിൽ പല വഴികളൊക്കെ തേടിയിരുന്നു. ഒടുവിൽ ഇപ്പോൾ നിവൃത്തിയില്ലാതെ പണം കെട്ടിവെക്കുകയാണ്. കുടുംബം സ്വീകരിച്ച നിലപാട് എന്താണ് ബിനിൽ? ആര്യ, സിദ്ധാർത്ഥന്റെ അമ്മ ഇന്ന് കോടതിയിൽ പറഞ്ഞത് തനിക്കുണ്ടായ നഷ്ടം അത് ഈ പണം കൊണ്ട് നികത്താവുന്ന ഒന്നല്ല. അതായത് എത്ര പണം കിട്ടിയാലും നികത്താൻ കഴിയാത്തൊരു വലിയ നഷ്ടം തന്നെയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നൊന്നും സിദ്ധാർത്ഥന്റെ മുഖം ഇതുവരെ പോയിട്ടില്ല. കാരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിന് ശേഷം മരിച്ച സിദ്ധാർത്ഥൻ, ആ സംഭവം നമുക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിലാണ് സംസ്ഥാന സർക്കാർ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ആ പണം കെട്ടിവെക്കുന്നതും അത് പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ടാണ് സർക്കാരിനോട് നഷ്ടപരിഹാരം കെട്ടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനോട് സർക്കാരിന് യോജിപ്പില്ല. കാരണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് പോകുന്നതിനുള്ള എതിർപ്പ് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്തായാലും ആ എതിർപ്പ് കോടതി അവഗണിച്ചതോടുകൂടി സർക്കാരിന് പണം കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു. 7 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അത് പിൻവലിക്കുന്ന കാര്യത്തിലാണ് ഇന്ന് കോടതി ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ആവശ്യമെങ്കിൽ ഈ പണം പിൻവലിക്കാമെന്നതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പണം പിൻവലിക്കണം എന്നതിനോട് ആ കുടുംബത്തിന് യോജിപ്പില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇപ്പോൾ തങ്ങൾക്ക് ഈ പണത്തിനെ കുറിച്ച് ഒരു തീരുമാനം അറിയിക്കാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നത്. കാരണം ആ പണത്തേക്കാൾ വലിയ നഷ്ടമാണ് അവർക്ക് വ്യക്തിപരമായി ആ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. ആര്യ.